അപ്പോൾ ഇതെൻ്റെ യൂട്യൂബിലെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ കൂടിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്നുള്ളത് തൃശ്ശൂർ ചാവക്കാട് പഞ്ചവടിയൂർ ബീച്ചിൻ്റെ തൊട്ടപ്പുറത്തെ എടക്കഴിയൂർ പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. നിങ്ങൾക്ക് യഥാർത്ഥ ലൊക്കേഷൻ മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മളുടെ ചാവക്കാടുള്ള മറൈൻ വേൾഡിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ ലൊക്കേഷനും വരുന്നത്. അപ്പം നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഫാം വില്ലയിലെ ടിക്കറ്റ് റേറ്റ്സും അതുപോലെ തന്നെ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളുമാണ്. അപ്പം നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഒട്ടകത്തിനെ ഫീഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ടിക്കറ്റ് റേറ്റ്സ് പറയുകയാണെങ്കിൽ 200 രൂപയാണ് കേട്ടോ ഒരാൾക്ക് വരുന്നത്. ചിലപ്പോൾ കൂടുതലാണ് നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷേ അതിന് വെറുത്തുണ്ട് കേട്ടോ. ഒരുപാട് മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കതിന് ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ടർക്കി കോഴികളൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും, കാരണം അത് കൂട്ടിലൊന്നല്ല ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് ഒരു തടാകം ഉണ്ട് കേട്ടോ. അതിൽ നമുക്ക് ആദ്യമൊക്കെ കാണുന്നത് ബ്ലാക്ക് സ്വാൻസ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അത് വൈറ്റ് സ്വാൻ ആയി. അറ്റ്മോസ്ഫിയർ ഒന്ന് കൂളാക്കാൻ വേണ്ടി തന്നെ അവിടെ ഒരുപാട് വാട്ടർ സ്പ്രേകൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നമ്മൾ മൃഗങ്ങളെ കാണാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിലൂടെ പോകുമ്പോൾ നമ്മൾക്ക് നേരെ ബ്ലാക്ക് സ്പാന് ഉള്ള ഒരു തടാകം, ഒരു ചെറിയൊരു തടാകം പോലെ കാണാം. അത് കഴിഞ്ഞ് നമ്മൾ കൈ കഴുകിയിട്ട് മാത്രമാണ് അവിടുത്തെ മത്സ്യത്തിനെ ഫീഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് അവർ തരുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഒരു കനേഡിയൻ ഗോട്ടിലേക്കാണ്. അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് കാനഡ തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മളൊരു സിംഗ് ഗോട്ട് എന്ന് പറയുന്ന ഒരു ആട് ഈ ഭാഗത്തെ എല്ലാ സെക്ഷനിലും നമുക്ക് ആടിൻ്റെ വകഭേദങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു ആടിൻ്റെ പേരാണ് വെമ്പൂർ. ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് തമിഴ്നാടാണ്. കൂടുതലായിട്ടും ഈ ആടിൻ്റെ ഫൈറ്റ്സിന് വേണ്ടിയിട്ടാണ് ആ ഒരു ആടിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ആട് ബാർബരി ആടുകളാണ്. പുള്ളിമാനോട് സാമ്യമുള്ള ഇവർ പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇവയ്ക്ക് നമ്മൾ ക്യാരറ്റാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിലിട്ടതൊക്കെ ഓർമ്മയുള്ളൂ, അപ്പോൾ തന്നെ അത് കൊത്തിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. അത്ര വലിയ ഷാർപ്പ് കൊവക്കൊന്നുമല്ല അതിനുണ്ടായിരുന്നത് കേട്ടോ, അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. ഇതാണ് പോണി. ഇതിൻ്റെ പെറ്റ് നെയിം എന്ന് പറയുന്നത് സ്നോബോൾ ആണ്. അതുപോലെ തന്നെ കുതിരകളേക്കാൾ ഏറ്റവും ഉയരം കുറഞ്ഞിട്ടുള്ള പോണികളാണ്. ഇവിടുന്ന് തൊട്ട് താറാവിൻ്റെ ഒരുപാട് വിഭാഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ശരിക്കുള്ള പേരെന്താണെന്ന് എനിക്കറിയില്ല. അറിയുന്നവരെന്തായാലും കമൻറ്റ് ചെയ്യണം. പിന്നീട് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് കുട്ടികളുടെ പാർക്കും കാര്യങ്ങളും ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ കാണാൻ കഴിയുന്നത് നമുക്ക് കോഴികളാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നിറത്തിലുള്ള കോഴി, ഇതൊക്കെ കളർ അടിച്ചിട്ടുള്ള കോഴികളാണ്, അല്ലാതെ ജന്മന അതിൻ്റെ കളർ അങ്ങനെയൊന്നും അല്ല. ഈ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കുഞ്ഞു പശുക്കളൊക്കെ ഇല്ലേ, നമ്മളെപ്പോഴും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന പശുക്കളെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ സെക്ഷൻ ഫുള്ളും മൊയലുകളാണ്. നമുക്ക് ചില മൊയലുകളെ കാണുമ്പോൾ നമ്മൾ ഗിനിപ്പന്നിയെന്നൊക്കെ വിചാരിക്കും, പക്ഷെ അല്ല, ഇതൊക്കെ മൊയലുകളുടെ ഓരോ വിഭാഗങ്ങളാണ്. അപ്പോൾ അവയ്ക്ക് കുടിക്കാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ഉണ്ട്. ഒരു ബോട്ടിലുകളായിട്ട് കണ്ടോ, ഈ ബോട്ടിലുകളായിട്ടുള്ള വെള്ളങ്ങളാണ് അത്. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ വന്ന് കുടിച്ചോളും. ഈ ഒരു സെക്ഷൻ ഫുള്ളും കാറ്റ്സുകളാണ് കേട്ടോ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാണ് എക്സോട്ടിക് ഷോർട്ട് ഇയർ കാറ്റ്സ്. അപ്പോൾ ഇതിനെ നമുക്ക് എടുക്കാം ഒക്കെ ചെയ്യാം, കാരണം അത് അത്ര വലിയ ഉപദ്രവകാരിയൊന്നുമല്ല. ഇപ്പോൾ നമ്മൾ ഫോട്ടോ വേണമെങ്കിലും വീഡിയോ വേണമെങ്കിലും ഒക്കെ അവർ അനുവദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂച്ച അതിൽ കണ്ടപ്പോൾ എനിക്ക് ഇതാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതാണ് സ്പിൻസ് കാറ്റ്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ അതാണ് എന്ന് എനിക്കറിയില്ല, കാരണം അതിനത്ര തൊപ്പയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തൊപ്പൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒരു തൊലി മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആ സെക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാണാൻ കഴിയുന്ന ആമയാണ് കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാപ്പുച്ചിൻ മങ്കി എന്നറിയപ്പെടുന്ന സൗത്ത് അമേരിക്കൻ ഒറിജിനായിട്ട് വരുന്ന കാപ്പുച്ചിൻ മങ്കിയാണ്. പിന്നെ ഒരു ചെറിയ കുഞ്ഞു കൂടിനകത്ത് നമുക്ക് കാണാൻ കഴിയുക. അതിനുശേഷമാണ് നമ്മൾ പാമ്പിൻ്റെ സെക്ഷനിലേക്ക് പോകുന്നത്. ഈ ഒരു ഐറ്റം കണ്ടോ, ഇതിൻ്റെ പേരാണ് ഷുഗർ ഗ്ലൈഡർ. പക്ഷേ ഇതിൻ്റെ പേര് ഷുഗർ ഗ്ലൈഡർ എന്നാണെങ്കിലും നമ്മുടെ വിയർപ്പിലുള്ള ഉപ്പുരസാണ് ഇവരിങ്ങനെ നക്കിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ആളൊരു ഭയങ്കര ക്യൂട്ടാട്ടോ കാണാൻ. ഇതിന് തൊടുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആണെങ്കിലും ഇതിൻ്റെ നഖം ഭയങ്കര കൂർത്തതാണ്.
അപ്പോൾ ഈ ഒരു സെക്ഷനിലോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ച് മുള്ളൻപന്നിയാണെന്ന് തോന്നുന്നു. അതിൻ്റെ ശരിക്കുള്ള പേര് എനിക്കറിയില്ല. അപ്പം അങ്ങനത്തെയും പിന്നെ അതുപോലെ തന്നെ കുറേ പാമ്പുകളെയൊക്കെ കാണാൻ കഴിയും. പറക്കുന്ന ഒരു അണ്ണാറക്കണ്ണൻ്റെ പോലെയാണ് എനിക്കിതിനെ തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനെ വെച്ചിട്ടാണ് അത് എങ്ങനെയാണ് പറക്കുന്നതെന്നൊക്കെയാണ് ഇവൻ കാണിച്ചു തരുന്നത്. അതിനുശേഷം നമ്മൾ പാമ്പുകളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു സംഭവമാണ് ഇത്. അപ്പോൾ ആൾക്കാർക്ക് വേണമെങ്കിൽ ഇത് വെച്ചൊരു ഫോട്ടോ എടുക്കാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. അതത്ര വിഷമൊന്നും ഇല്ലാത്ത പാമ്പാണ് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാതും എന്നെ തലയിലേറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് വൈബ്രൻറ്റ് റെഡ് ഇഗ്വാന എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ റെഡ് എന്ന് പറയുന്നതും അതിൻ്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഭാരമായിട്ട് എനിക്ക് തോന്നി. കാരണം കുറച്ച് അള്ളിപ്പിടിച്ച് ഇരിക്കണ പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത്ര വലിയ പേടിയും കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ അത് പിടിച്ചപ്പോൾ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം. ഇഗ്വാനയുടെ സെക്ഷൻ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ പരീക്ഷിച്ച് നോക്കിയത് നമ്മുടെ സ്വന്തം പാമ്പിനെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്ര ധൈര്യവാനാണെന്ന്. പക്ഷേ എനിക്ക് ആ ഒരു ടൈമിലുള്ള ഒരു പേടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കത്ര പേടി തോന്നിയില്ല. പക്ഷെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴുത്തിൽ പിടിക്കരുത്, എന്ത് വന്നാലും കഴുത്തിൽ പിടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു പേടി ഉണ്ടായിരുന്നില്ല. അത്ര വഴുവഴുപ്പും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നീ അത് എടുത്തതെന്ന്. പക്ഷേ എനിക്ക് അത്ര വലിയ പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരു മങ്കി, ആ മങ്കിയുടെ വേറൊരു വേർഷനാണ് ഇത് തോന്നുന്നു. അപ്പോൾ ഈ കൂട്ടിൽ തന്നെ 2 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഐറ്റത്തിന് ഇഷ്ടമല്ലാത്തവരാരും തന്നെ ഉണ്ടാവില്ല കേട്ടോ. ഇതാണ് ബ്ലൂ ആൻഡ് യെല്ലോ മാക്കോ പാരറ്റ്സ്. നമ്മൾ പാരറ്റ്സ് എന്ന് പറയെങ്കിലും ഇതിൻ്റെ ശരിക്കുള്ളവർ മാക്കോ എന്നാണ്. അപ്പോൾ ഈ സംഭവം നമ്മളൊരു വൈറ്റ് സ്ക്വയറലാണെന്ന് തോന്നുന്നു. ഞാനിത് ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പോൾ ഒരു സ്ക്വയറലാണിത്. അപ്പോൾ ഇതാണ് സൺ കോർണർ. നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ, അതായത് 2 ഗേറ്റ് ഉണ്ടാവും. കാരണം ഇത് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഗേറ്റ് കൂടെ വന്നു കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് നെല്ലല്ല അതിൻ്റെ വിത്ത് പോലത്തെ ഇതേ തരത്തിലുള്ളൊരു വിത്താണ് നമുക്ക് കിട്ടുന്നത്. ആ വിത്ത് നമ്മൾ കൈ ഇങ്ങനെ മേലേക്ക് കാണിക്കണം. അപ്പോൾ ഈ പക്ഷികളൊക്കെ പറന്ന് വന്നിട്ട് നമ്മുടെ അടുത്ത് ഇരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. ചിലതൊക്കെ തലയിൽ വന്നിരിക്കും. കാരണം തലയിൽ ആ വിത്തിട്ട് കഴിഞ്ഞാൽ തലയിൽ വന്നിരിക്കും. അപ്പോൾ എനിക്ക് കുറേ കഴിഞ്ഞപ്പോൾ കൈ കഴക്കി കേട്ടോ ചെയ്തു. കാരണം ആ ഇരിപ്പം കുറേ നേരമായല്ലോ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ നമ്മൾ പോകണമെങ്കിൽ നമ്മൾ വീണ്ടും കൈ ഉയർത്തി പിടിച്ചു കഴിഞ്ഞിട്ട് ഇതാക്കി കഴിഞ്ഞാൽ അത് താനെ പോവും. അപ്പോൾ ഈ ഒരു ഐറ്റമാണ് മീർ കാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംഭവം ഒട്ടുമിക്ക ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ ഇതിൻ്റെ പേരെന്താണെന്ന് ചില ആൾക്കാർക്ക് അറിയുണ്ടാവില്ല എന്നെ പോലെ. കാരണം ഇത് നമ്മൾ കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ മണ്ണിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ കുഴിച്ച് വരണം, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ 10 AM to 7 PM വരെയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.